ഇപ്പം ഇതാണ് നമ്മുടെ ബീച്ച്. പാപ്പാ കാണിച്ചു കൊടുക്കേ, ഇതാണ് നമ്മുടെ ബീച്ച്. ഒരു എല്ലാവരും ഉണ്ടാവും ഇതേപോലത്തെ ആൾക്കാർ. എന്തെങ്കിലുള്ളതായിട്ട് ഫോട്ടോ എടുക്കുക. അയ്യോ ഫോട്ടോ രസമുണ്ട്. ഏതാ ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണുക. കുറേ ചിരിക്കാനും കോമഡിയും എല്ലാം ഉണ്ട്. ഇന്ന് നമ്മളൊന്ന് ബീച്ചിലേക്ക് പോവുകയാണ്. പിന്നെ ഇന്ന് ഹംദി ആയിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാകുക, വ്ളോഗ് എടുക്കുന്നുണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പെഷ്യലാണെന്ന് പറഞ്ഞിനി. പിന്നെ ഓൺ വോയിസ് വീഡിയോ ആയിരിക്കും ഇനി ഫുള്ള്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടാനും മറക്കരുത്. ഇതിലെന്താ ബാഗിലെന്താ സാധനങ്ങൾ? ടർക്കി ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഡ്രസ്സ് കൊടുത്തു, കളിച്ചാ മതിയാ. ഡ്രസ്സ് മാറ്റണ്ടേ? ഓക്കെ. എന്തൊക്കെ കളിക്കാൻ എടുത്ത് കാണിക്കും. ബീച്ചിൽ പോയിട്ട് കളിപ്പാട്ടൊക്കെയാണ്. ഹോട്ടലിന്റെ പേരാ. ഉമ്മാനോട് ചോദിക്കാനാണ്. ഉമ്മാക്കാണ് കണ്ണ് കാണില്ല, കണ്ണറിട്ടിട്ടാലോ. മൂകനായ അന്തൻ അന്തകി. ഫേസ്ബുക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്. ബാക്കി രണ്ടും അറിയില്ല. അന്തക്ക് എന്താ അതിലറിയുന്ന ഏതും കൊണ്ടാ? ഇല്ല, ഏതും അറിയില്ല. ഒന്നും അറിയില്ലേ? ടിക്ടോക്ക്, യൂട്യൂബ്, പിന്നെ വൈഫൈ. ചടിച്ച് കേട്ടല്ലേ. വൈഫൈ ഇല്ല. ഫേസ്ബുക്ക്, വൈഫൈ ഇല്ല. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. അത് കളറില്ലാത്തോണ്ടോ പറയാത്ത. എന്നാ പിന്നെ നമുക്ക് എല്ലാ ദിവസവും ബീച്ചിൽ പോകാം. പാപ്പ പറഞ്ഞുതരും എങ്ങനെയാ വെയ്യ ഏതാ. Come on, let's go. Let's go beach. സൈക്കിൾ എടുക്കുന്നുണ്ടാ? സൈക്കിള് ഓളെ ഇതിങ്ങ് എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പം കുറച്ച് നടക്കുമ്പോഴേക്ക് എടുക്കാൻ മതി.
സമയത്തല്ല ഫുള്ള് മറ്റേ ഗ്രില്ലും ആൾക്കാരും ബാളും. എന്താണ് സംഭവം? എവിടെയാ പോകുന്നത്? ടോയ്സ് കളിക്കണ്ട, കളിക്കണ്ട ടോയ്സ്. കളി എന്നെ പരിപാടി തന്നെ അല്ലേ? ഞാൻ ആദ്യം തീനെ കൊണ്ട് കളിക്കുന്നു, ഇതുവരെ കളിച്ചിട്ടില്ല. നാട്ടിലുള്ള സാധനമില്ലേ? നാട്ടില് കുറെ കളിപ്പാട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഇത് കളിച്ചിട്ടില്ല. ഉമ്മ ആരാ ചോട്ടി? എന്റെ മോളാ. എന്റെ കൂടെ അന്നേരം പറയല്ലേ അവളെ ചോട്ടറ്? ഞാനാ ചോട്ടിയ? അത് ശരി. യോ, ചോര വരുന്ന ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അടിക്കറ, ഞാൻ തിരിച്ചു പോവും. ഇന്നലെ ബീച്ച് കാണാൻ പറ്റില്ല. ഇല്ല, സോറി പറ. ഓക്കെ, ചോട്ടിയാണ് സോറി പറയണ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, സോറി. അല്ല, പച്ച കുപ്പായിലിട്ടടി വന്ന് ലീഗിന്റെ സമയമുണ്ടോ? എന്ന് അത് ബാങ്ക് കൊടുക്കുന്നുണ്ടാ? അവിടെ ബീച്ചില്ല, അത് ബാങ്കൊന്നും കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. മണ്ണെല്ലാം കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നത് നമ്മൾ ഒരു ബീച്ചിലാണ്. അടുത്താണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് കളിക്കാൻ പോവാം. നമ്മൾ ബീച്ചിലെത്തിയല്ലോ, ഇതാ നമ്മൾ ബീച്ച് കാണുന്നു, ക്യാമറയിൽ കാണുന്നുണ്ട്, നോക്കിക്കോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറിൽ ഒരു മണ്ണ് കളിക്കേണ്ട ഒരു സാധനമാണോ? ഈ കവറാണ്. ഈ മണ്ണെന്ന് കളിക്കേണ്ട ഒരു കളിപ്പാട്ടാണ്. ഇപ്പം ഇതാണ് നമ്മുടെ ബീച്ച്. പാപ്പാ കാണിച്ചു കൊടുക്കേ. ഇതാണ് നമ്മുടെ ബീച്ച്. ഒരു വെയിൽ പോയില്ല, ഡ്രസ്സൊന്നും നിർത്തിച്ചില്ല, ആകെ ഷണ്ടി മാത്രമേ ഉള്ളൂ. പാപ്പാക്കും ഉമ്മക്കും ഡ്രസ്സില്ല. എൻ്റെ കാലിലൊക്കെ ഇതാ മണ്ണായി. ഞാൻ വെള്ളത്തിലിറങ്ങൂ. ഞാൻ വെള്ളത്തിലിറങ്ങാൻ ഒരണ്ടയില്ല. കേമിലൊരു പാത്രം ഉണ്ടല്ല, ഈ കവറിലൊരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തെ കുറച്ച് ഞാൻ വെള്ളം എടുക്കും. ശങ്കൊന്നും ഉണ്ടാകൂല. അപ്പോൾ എൻ്റെ കാലിൽ മണ്ണായോ, നമ്മൾ എത്താനായി, എനിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാനൊരു ചാനൽ എടുത്തുള്ളത് കൊണ്ടാ. ചെരുപ്പയിച്ചാലൊക്കെ ചെരുപ്പയിച്ചാൽ ചൂടുണ്ടാക്കും, ഭയങ്കര പൊള്ളു ചെരുപ്പയിച്ചാൽ. അതാ കുറേ കാക്കുണ്ട്, കാക്ക കാണിച്ചോടത്തെ കാക്കെല്ലാം ഉണ്ട്. ഇപ്പൊ കാക്ക പോകും, നമ്മൾ അടുത്ത് വന്നാലേ കാക്ക പോകൂ. വെള്ളത്തിൽ തൊടാൻ പറ്റൂല, വെള്ളമില്ല, ഭയങ്കര ചൂടാ, പൊള്ളു. കുട്ടികളൊന്നും ഇറങ്ങാൻ പറ്റൂല.
കാക്കയെല്ലാം പോയി, അടുത്ത കാക്കയെല്ലാം നടക്കുന്നു. എന്നാ പറയാനല്ലേ കളിക്കല്ല, എന്നാ കളിക്കുന്നത്? ബസ്സിലിവിടെ വെക്കാൻ പറ്റൂല, ബസ്സിൽ വെക്കാൻ പറ്റൂല. അതെ എന്നാ വെച്ചറ. അപ്പൊ അങ്ങനെ അന്ത മൈക്ക് സ്വന്തമായിട്ട് വേണോന്ന് പറഞ്ഞു. ഹലോ ഗൈസ്, ഇന്ന് ഇത് അമ്പൻ്റെ വ്ളോഗായിരിക്കും അല്ലേ? ഇന്ന് മാത്രം എൻ്റെ വ്ളോഗ് ഇത്. ഞാനിവിടുന്ന് കളിക്കലാണ്. നാട്ടിലെ ബീച്ചാ നല്ലത്, ദുബായിലെ ബീച്ചാ നല്ലത്? ഏത് ബീച്ചാ സൂപ്പർ? ഇത് ഭയങ്കര പൊള്ളലല്ല, അതുകൊണ്ട് ഞാൻ നാട്ടിലെ പോകുന്നത്. ഈ സമയം മാത്രല്ല മോളെ, ഇവിടെ ഒരു തണുപ്പുള്ള സമയം കൂടിയുണ്ട്. എന്നാ പിന്നെ ഞാനില്ലേ ഇതിങ്ങനെ ആക്കുമ്പില്ല, ഇത് വെന്നില്ല. അത് കുറച്ച് നനവുള്ള ഇത് വേണം. അത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിച്ച് വരാം. വെള്ളം എടുക്കണോ? പിന്നെന്താ ഇത്? പാന്റ് ഷണ്ട് ഒന്നും അയക്കണ്ട കേട്ടാ, ഷണ്ട് ഒന്നും അയക്കണ്ട. അയ്യോ അതവിടെ ചെറുപ്പം അയ്യോ ചെരുപ്പിലെല്ലാം വെള്ളം അയച്ച. അയ്യോ അങ്ങോട്ട് പോകാൻ പറയുന്ന പാപ്പ. എൻ്റെ ബ്ലോഗാണ് ഇന്ന്, എൻ്റെ ബ്ലോഗാണ് ഇന്ന്. ഉമ്മാൻ്റെ ബ്ലോഗൊന്നുമല്ല. ഇഷ്ടപ്പെടുന്ന ആരും ഇല്ല. ഇഷ്ടപ്പെടുന്ന ആളുണ്ട്? ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, നാട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ദുബായിലല്ല. എല്ലാരും ഈ വീഡിയോ കഴിഞ്ഞിട്ട് കമന്റ് ഇടണം, സബ്സ്ക്രൈബും ഇടണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ എടുത്തോണ്ടിരിക്കണം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തളർന്നു പോകുന്നുണ്ട്. അടുത്ത് ഓഫായിട്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ കുളിക്കുന്ന സ്ഥലം. കുട്ടികളൊക്കെ ഇറങ്ങാ. അപ്പോൾ ഞാൻ നടന്ന് ഞാൻ തളർന്നു പോയി. അത് കുളിച്ച് കഴിഞ്ഞ് അത് അവിടെ കുളിക്കാനുള്ള സ്ഥലമാണ്. എനക്കിപ്പോ ഇത് ഈനെന്ന് പറയാ, ഈ മുത്തിന് എനിക്ക് ഒരു ശംഖ് കിട്ടിയിട്ടുണ്ട്. ഹംദ കളിച്ചോ? ഇതാ സാധനം.
വരുമോ നോക്കി ഋഷി, അതൊന്ന് ഫോക്കസ് ചെയ്ത്. നല്ല രസമില്ലേ? സ്പീഡ് ബോട്ടിൽ പോയാലോ? എല്ലായിടെ കൊണ്ടിട്ടേ കുളിപ്പിച്ചെടുത്ത് പോകേണ്ടി വരും. ഇവിടെ ചൂടില്ല നിലം. ഇതില്ലേ ഒരു ഷേപ്പ് ആക്ക്. ഫോട്ടോ അല്ല, വീഡിയോ. വീഡിയോ ഇതിലെ എലിഫൻറ്റിൻ്റെ ഷേപ്പ് ആക്കാം നമുക്ക്. അങ്ങോട്ട് എവിടെ സെറ്റ് ആക്കാം? ഇതിവിടെ ഇങ്ങനെ സെറ്റ് ആക്കുക. ആന്നില്ല, മണ്ണ് വാരുന്ന സാധനം ഇതാ. മണ്ണ് വാരുന്ന ഏതാ? ആ പറ. കരക്കുന്ന എന്ത് തോന്നുന്നു? വെള്ളം ചൂടുണ്ടോ? ചൂടുള്ള ഇഷ്ടാ? മുടി നനക്കണ്ട കേട്ടോ അതെയോ? എന്താ അങ്ങനെ കടന്നിട്ട് ഇങ്ങോട്ട് നോക്ക്. മനോക്കി അപ്പൊ നോക്കണ നോക്കണം നോക്കാം. നല്ല ഫോട്ടോ. ഞാനിങ്ങനെ എന്നാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ കാണിക്ക്, ഇങ്ങോട്ട് വാ കാണിക്ക്, ഇങ്ങോട്ട് വരാ, കരക്ക് കയറാ നോക്കട്ടെ. ഇല്ല ഇല്ല, കളക്ട് ചെയ്തിട്ട് ഫ്രഷ് ഫ്രഷ് എല്ലാവരും ഉണ്ടാവും ഇതേപോലത്തെ ആൾക്കാർ. എന്തെങ്കിലും ആയിട്ട് ഫോട്ടോ എടുക്കുക. അയ്യോ ഫോട്ടോ രസമുണ്ട്. നീ പണ്ട് കല്ലുമ്മക്കായ ഉറയ്ക്കാനാരും പോയിനാ? ബീച്ചിൽ എടുക്കുന്നില്ല.
വായിലതിനാ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? ഇടയ്ക്ക് മെയ്ക്കൊന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങളിപ്പോൾ വന്നത് മംസാർ ബീച്ചിലാണ്. അങ്ങനെ കുറേ നേരം ഇവിടുന്ന് കളിച്ച് ഹംദക്ക് നല്ല സന്തോഷമായിട്ടാ. ഓള് ഇങ്ങനെ ബീച്ചിലെല്ലാം വന്നിട്ട് നാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ബീച്ചിൽ നിന്ന് കുളിക്കലൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ അങ്ങ് തലയിലെല്ലാം മണ്ണങ്ങ് കയറിയിട്ടുള്ള പൊയി കയറിയിട്ടുള്ള അങ്ങനെ ഓളെ പണിയായുധങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകേണ്ട പരിപാടിയിലാണുള്ളത്. ഏകദേശം ഒരു 7 മണി ടൈമായി. അവനെ സെക്യൂരിറ്റിയെല്ലാം വന്നിട്ട് കയറാൻ പറയുന്നുണ്ടേനു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബീച്ചിൽ പോകാൻ. ഹംദക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്നിട്ടില്ലേ എൻ്റെ കോലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നനഞ്ഞ് കുളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടുകൊണ്ട് നല്ല ചൂടേനു കേട്ടോ. എന്താ പറയുക, വെള്ളത്തിന് ചൂടുണ്ടാവും എന്നെല്ലാം വിചാരിച്ചു. ഹംദ ഇറങ്ങൂലെന്ന് തന്നെ വിചാരിച്ച. നോക്കുമ്പോൾ ഓക്ക് അതൊന്നും പ്രശ്നമല്ല, വലിയ ചൂടൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി ഇവളൊന്ന് കുളിപ്പിച്ചെടുക്കലാണ്. ഇവിടെ കുളിക്കാനുള്ള സംഭവങ്ങളുണ്ട്, വേറെ റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഹംദനെ ഇവിടുന്ന് ഈ ഒരു പൈപ്പിൽ നിന്ന് കുളിപ്പിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചൂട് വെള്ളമായതുകൊണ്ട് ഓളാണെങ്കിൽ കുളിക്കാൻ നിൽക്കുന്നുമില്ല. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. പ്രയർ റൂം, വാഷ്റൂം എല്ലാം ഉണ്ട്. ഡ്രസ്സിങ് റൂമെല്ലാം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എല്ലാവരും കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഞങ്ങളങ്ങോട്ടേക്കൊന്നും പിന്നെ പോയില്ല. ഞങ്ങളൊന്നും വെള്ളത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് അങ്ങനെ പോയിട്ടില്ല. ഇവിടുത്തെ വെള്ളം കാണുമ്പില്ലേ ഇറങ്ങാൻ തന്നെ തോന്നും. അത്രയ്ക്കും നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. പക്ഷെ നാട്ടിലത്തെ പോലെ തിരമാലയൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ റഷീനോട് ചോദിച്ചേരം പറഞ്ഞ് ഇവിടെ അങ്ങനെ തിര അടിച്ച് വരില്ല, ഇങ്ങനെ കെട്ടി ബ്ലോക്ക് ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു ബീച്ചാണെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പക്ഷേ എല്ലാവരും കയറി കഴിഞ്ഞിട്ടില്ലേ. സെക്യൂരിറ്റിയെല്ലാം വന്ന് ഇപ്പോൾ ഹംദൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളിവിടുന്ന് പോകാൻ നിൽക്കുമ്പം ചെറിയൊരു തിര ഇങ്ങനെ അടിച്ച് വരുന്നുണ്ടേനു. അതെന്താണെന്നറിയില്ല, എന്തോ അവർ ഓപ്പൺ ആക്കിയതാ എന്താണെന്നറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ തിര ഇങ്ങനെ അടിച്ച് വരുന്നുണ്ടേനു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവള് കുളിച്ചിറങ്ങുമ്പം തന്നെ നല്ല വിശപ്പെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളവും ചെറിയ സ്നാക്സ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് പോകലാന്ന്. രണ്ടുപേരും നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹംദനെ റഷി കുളിപ്പിക്കാൻ നിന്നിട്ട് റഷിയും നനഞ്ഞിട്ടുണ്ട്. ബീച്ചിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? ബീച്ചിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? ഹാപ്പി ബർത്ത്ഡേ. നമ്മുടെ ബീച്ചിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനെ ബീച്ച് കഴിഞ്ഞ് സെക്യൂരിറ്റെല്ലാം എല്ലാവരെയും അവരാ കരയിലേക്ക് കയറ്റി. ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി ആരും വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട സെക്യൂരിറ്റി പറഞ്ഞു. എന്നിട്ട് ആ സെക്യൂരിറ്റി പോയി. സെക്യൂരിറ്റിൻ്റെ വീട്ടിൽ പോയി. സെക്യൂരിറ്റിൻ്റെ വീട് അടുത്ത് തന്നെയാ. വീടല്ല അത്, അതവരെ ഓഫീസ് പോലെ അവരവിടെ ഉണ്ടാവും. ഇങ്ങനെ നോക്കൂ ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ. ആരെങ്കിലും ഇറങ്ങി മുങ്ങിപ്പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആൾ വേണ്ടേ. ഇനി ഓഫീസ് വീടൊന്നല്ല, ഓഫീസ് സെക്യൂരിറ്റി എല്ലാം
ആ സെക്യൂരിറ്റി എല്ലാം ഓഫീസിൽ കയറിയത് ഓഫീസ് പോട്ടെ. എന്തെന്ന് പറയാ. പിന്നെ നമ്മളിപ്പോൾ പോക്ക ഇനി അടുത്തേക്ക് നമ്മൾ ഗുരുമാറിൽ പോക്ക. ഗുർമാറല്ല, കുറേല് മാല. ഇനിയൊരു കാര്യം ചെയ്യട്ടെ പാപ്പ, ആ നല്ലൊരു കാര്യം ഞാൻ ചെയ്തുതരാം. ഇത്ര നേരം മോളെ ഞാൻ തട്ടി, ആ ഇനി മോക്കൊരു ടാസ്ക് തരാം. ഈ 2 ചെരുപ്പിലേക്ക് കാലം കെട്ടുക, സ്വന്തമായിട്ട് നടക്കുക. ഞാൻ തൊടൂല. ഭയങ്കര പൊള്ളല്ലേ ഇത് നടക്കണ. അങ്ങനെ വെക്കാൻ പറ്റൂല. ഇതാ ഇങ്ങനെ ഓടുന്നത്. നല്ല രസമുണ്ട്. അങ്ങനെ നമ്മളൊക്കെ പോയി. അപ്പോൾ കണ്ടോ ഇങ്ങനെ 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 ഓരോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് കാക്കൻ്റെ. അങ്ങനെ നമ്മൾ കുറേ മാളിൽ പോകുമ്പോൾ ടാക്സി പോക്കാം. ടാക്സിയിലല്ലേ പോകുന്നത് ബാപ്പ? ടാക്സിയിലല്ലേ പോകുന്നത്? ഞാൻ വീഡിയോ എടുക്കട്ടെ. ടാക്സിയിലല്ലേ ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കുറേ മാളിൽ പോക്കാം. ടാക്സി പിടിച്ചിട്ടല്ലേ പോകുന്നേ? ടാക്സി പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ ആള് ഇങ്ങനെ കുറേ ആള് ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ പിടിച്ചോളന്നെ. അന്നെ കാണുന്നുണ്ടോ ഉമ്മ പ്ലീസ്? അങ്ങനെ ഇരുട്ടത്ത് ഉണ്ടാത്തരായി കുറേ ആൾക്കാർ അൽഫാമാന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ കുറേ ഫാമിലി എല്ലാം വന്നിട്ട് ഇങ്ങനെ ചിക്കനെല്ലാം ചുട്ട് പാട്ടെല്ലാം വെച്ച് നല്ല വൈബിലിതാ ഫുള്ള് സൈഡിൽ ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെയെല്ലാം വരണം. വെള്ളം വേണോ? മല ബാഗിലുണ്ട്. ഇതാ ടെൻ്റെല്ലാം അടിച്ചിട്ട് നോക്കിയേ. ഇരുടല്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട കുറേ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അവിടെ ഉണ്ട്, കണ്ടിട്ടില്ലേ? അവിടെ ഉണ്ട്. ആ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ആ വെള്ളം ഒഴിക്കണ്ട, വെള്ളം ഒഴിച്ചാൽ വൃത്തിയാടാവും. കാലിന് വെള്ളം ഒഴിക്കണ്ട. അത് കഴുകൂ, ഇപ്പൊ പോയിട്ട് കഴുകൂ. ആ നമ്മൾ പോവാ. അവിടെ പോയിട്ട് കഴുകൂ. കുടിക്ക്, വെള്ളം കുടിക്ക്. എന്നാ കുടിക്കണ്ട. എന്താണ് സൈഡ് ഐസ്ക്രീം പാട് നക്കാൻ കൊണ്ടുവന്നു. ഇതുണ്ടാ? ഓക്കെ, എന്നാ പൊളിക്ക്, ഇത് പൊളിക്ക്. ഇപ്പൊ താഴെ പോവാ. താഴെ മിക്കവാറും താഴെ പോവും. ആ മൂടി ഇട്ട് കൊടുക്ക്. മൂടി എന്തിനാ? അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഇങ്ങനെ അടിങ്ങനെ പിടിച്ചിട്ടുള്ള മേടിച്ചോ ഡ്രസ്. കട്ട് മാംഗോ ടേസ്റ്റ് ഉണ്ടോ? എന്താ സൂപ്പർ ഉണ്ടാ? ഏത് മാംഗോ? നാടൻ മാംഗോ.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കുട്ടികളാന്ന് തോന്നുന്നല്ലേ? അതിനൊരു കുട്ടീനെ പോലെ ചൂടായതുകൊണ്ട് വരണ്ടു പോയിട്ട് അങ്ങനെയാ. എല്ലാം കേട്ട പൂച്ചകൾക്കൊന്നും വലിയ ഉഷാറില്ല. നമ്മൾ ഈ ചൂടിൽ പൂച്ച എങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവും. വീട്ടിൽ ഉണ്ടായ പൂച്ച എടുത്ത ക്ലൈമറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ സ്നേഹം നോക്കിയ മക്കൾ കഴിച്ചോട്ട് പറഞ്ഞിട്ട് ഇതൊന്നും വാങ്ങൂല. വേണ്ട, അതിന് വേണ്ട, അതിന് മറ്റുള്ള തന്നെ കൊടുക്കും. ബാ പോവാ. ലൂണ് നക്കുന്ന പോലെ നല്ല തന്നെയാ. മൃഗങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴെല്ലാം നല്ല സമാധാനം. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കും അതാ അതിനെ ഓടിപ്പിക്കുന്നുണ്ട്. അവളെ സന്തോഷവും സമാധാനം. ഇവിടെ സന്തോഷിക്കാം. ആളെ പായിക്കുക, ഓടിക്കുക, പരമാവധി സോഷ്യലായിട്ട് ചെയ്യുമ്പോൾ. ഹലോ ഗൈസ്, നമ്മൾ പോയി വന്ന് കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോക്കാണ്. നെക്ക് ഹംദ ഇപ്പം ഫോണും മേക്കും ഒന്നും ഞങ്ങളെ തരുന്നില്ല കേട്ടോ. ഞങ്ങളെ കൊണ്ട് സംസാരിക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഒക്കെ വീഡിയോ എടുക്കണം എല്ലാം ഇങ്ങനെ ഫോണിങ്ങനെ ഒരേ ചോദിച്ച് വാങ്ങലാണ്. ഇനി അങ്ങോട്ട് എന്താണെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഹംദനെ കുളിച്ച് ഫ്രഷ് ചെയ്ത് ഒന്ന് പുറത്ത് പോക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടി. തൊട്ടടുത്ത് ഞങ്ങൾ മാളിലേക്കെല്ലാം പോകണമെന്ന് വിചാരിച്ചാൽ പിന്നെ നല്ല ടയേർഡായി. അപ്പോൾ ലേറ്റായിപ്പോയി. അങ്ങനെ ഇനിയിപ്പം മാളിലേക്കൊന്നും പോകുന്നില്ല. ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് തന്നെ പോകലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.